എവിടെ നോക്കിയാലും മോദി മാത്രമാണ്. എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ എന്ന് പറയുന്നത് പോലെ നമ്മുടെ രാജ്യത്ത് മാത്രമല്ല, എവിടെ പോയാലും ഈ നമ്മൾ റീൽസൊക്കെ എടുത്ത് നോക്കുമ്പോഴേ മോദി, പുടിൻ, ഷീ ജിൻപിങ്, നെതന്യാഹു ഈ ടീമുകളുടെ മാത്രം ചേർത്തുകൊണ്ടുള്ള റീലുകളാണ് സകലതും. അപ്പോൾ ഒന്നുണ്ട്, ഇതിൽ വിരുദ്ധന്മാരും ഉണ്ട് കേട്ടോ. ഇപ്പം ഈ പറയുന്ന അമേരിക്കയിൽ മോദിയാണ് താരം. എവിടെ സിറ്റി തിരഞ്ഞെടുപ്പുകൾ, അതായത് പല സംസ്ഥാനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകളിൽ പോലും അതിനെ പോലും നിയന്ത്രിക്കുന്ന ഒരു ഘടകമായിട്ട് മോദി ഫാക്ടർ മാറി എന്നുള്ളതാണ്. അതിപ്പോൾ ചിലർ നെഗറ്റീവായിട്ടും പറയുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ പറയുന്ന ഒരു കാര്യം, ന്യൂയോർക്ക് സിറ്റി മേയർ സ്ഥാനാർത്ഥിയായിട്ടുള്ള സോഹ്റാൻ മംദാനിയാണ്. മംദാനിയുമായി ബന്ധപ്പെട്ടുള്ള പല വിഷയങ്ങളുമൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. വീണ്ടും പറഞ്ഞിരിക്കുകയാണ് മോദി. അതായത് ഒന്ന് ആരെങ്കിലും കയറി എന്നെ ഒന്ന് നോക്കണമെങ്കിൽ മോദി എന്നുള്ളൊരു പേര് അവിടെ പറയണം. അപ്പോൾ നേരെ ചൊവ്വേ എതിർക്കാൻ പറ്റില്ല. അപ്പോൾ പറയാൻ പറ്റുന്നത് ഒരു നെഗറ്റീവ് ഇമേജ് ആണല്ലോ. അപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, മോദി യുദ്ധ കുറ്റവാളിയാണ്. ബെഞ്ചമിൻ നെതന്യാഹുവിനോളം പോന്ന ഒരു യുദ്ധ കുറ്റവാളിയാണ് മോദി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയെങ്കിലുമൊക്കെ ഷൈൻ ചെയ്യുക എന്നല്ലാതെ ഇതിനെ വേറെ എന്ത് പറയാനാണ്? ഈ മംദാനി അമേരിക്കയിലെ ന്യൂയോർക്കിലെ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ മേയർ സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം മത്സരിക്കാൻ ഇതിന് അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഒരു രാഷ്ട്രീയ മാനമുണ്ട്. ഉദാഹരണത്തിന് റീൽസിൽ വരുന്നത് പുടിൻ, ഷീ ജിൻപിങ്, നെതന്യാഹു, മോഡി. ഇതിനൊരു നയപരമായ ഒരു മാനസികാവസ്ഥയുണ്ട്. ഇപ്പോൾ ആരാണെങ്കിലും, ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചാണെങ്കിലും സമൂഹത്തെ സംബന്ധിച്ചാണെങ്കിലും സ്ഥിരതയുള്ള ശക്തമായ നിലപാടുകളുള്ള ഒരു സംവിധാനത്തിനോടായിരിക്കും ഏതൊരാളെ സംബന്ധിച്ചും ഒന്നുകിൽ ആരാധന അല്ലെങ്കിൽ അഭിപ്രായം, പോസിറ്റീവായിട്ടുള്ള കാഴ്ചപ്പാട് ഇതൊക്കെ വെക്കുന്നത്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഈ സംവിധാനങ്ങളെ ഒന്ന് നോക്കിക്കോളൂ. ലോകത്തിൻ്റെ മുൻപിൽ ഇന്ന് ശക്തമായ നിലപാടുകൾ സൂചിപ്പിക്കുന്ന, നിലപാടുകൾ എടുക്കുന്ന, ആ നിലപാടുകൾ പുറത്തു പറയുന്ന, ആ നിലപാടുകൾക്ക് വേണ്ടി നിലകൊള്ളുന്ന രാഷ്ട്രീയ നേതാക്കന്മാരാണ് ഈ പറയുന്ന ആളുകളെല്ലാവരും. അതുകൊണ്ടാണ് അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാമൂഹിക സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്നത്. ഇപ്പോൾ ശ്രീ നരേന്ദ്രമോദിജി, അദ്ദേഹത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എതിർത്തിരുന്നു. ഇപ്പോഴും എതിർക്കുന്നവർ ധാരാളമാണ്, അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ ധാരാളമാണ്. പക്ഷേ എപ്പോഴും ശക്തനെതിരെയായിരിക്കും, ശക്തമായ നിലപാടുകൾ എടുക്കുന്ന ആളുകൾക്കെതിരെയായിരിക്കും എപ്പോഴും ഒരു വലിയ എതിർപ്പുകൾ നേരിടേണ്ട സാഹചര്യമുള്ളത്. ന്യൂയോർക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എന്തുകൊണ്ട് മോഡിക്കെതിരെ പറയുന്നു? അതൊരു പ്രധാനപ്പെട്ട വിഷയമാണല്ലോ. ഇന്ത്യൻ വംശജരായിട്ടുള്ള ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾ വോട്ട് ചെയ്യേണ്ട ഒരു സംവിധാനമാണ് ന്യൂയോർക്കിലെ തെരഞ്ഞെടുപ്പുമായി. അമേരിക്കൻ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഇന്ത്യൻ വംശജർക്ക് വലിയ വോട്ടിംഗ് സ്വാധീനവും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ മംദാനിയെപ്പോലുള്ള ഒരാൾ മോഡിക്കെതിരെ പറയുമ്പോൾ അതിനൊരു രാഷ്ട്രീയമുണ്ട്, ഒരു അന്താരാഷ്ട്ര മാനമുണ്ട്. അദ്ദേഹം ഇപ്പോൾ അത് ശക്തമായി പറയുന്നതിൻ്റെ പിന്നിൽ ഇപ്പോൾ നരേന്ദ്രമോദിജിക്കെതിരായി, ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരായി ട്രംപ് ചില നിലപാടുകൾ സ്വീകരിക്കുന്നു. അപ്പം ഞാൻ ട്രംപിനോളം വലുതാണ് എന്ന് ആ രാജ്യത്ത് പറയണം. രണ്ട്, ഞാൻ മോഡിക്കെതിരാണെന്ന് പറയുമ്പോൾ അവിടെ കിട്ടാൻ സാധ്യതയുള്ള ഒരു ലെഫ്റ്റിസ്റ്റ് വോട്ടുകളുണ്ട്. അതായത് അമേരിക്കൻ ജനാധിപത്യ സംവിധാനത്തിൽ ലെഫ്റ്റ് ഘടകങ്ങളുണ്ട്. ആ ലെഫ്റ്റ് ഘടകങ്ങളുടെ വോട്ടുകൾ സമാഹരിക്കുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. പിന്നെ ശ്രീ സോഹ്റാൻ മംദാനി പലപ്പോഴും എടുത്തിട്ടുള്ള നിലപാടുകൾ, 2023 ന്യൂയോർക്കിൽ മോഡിജി പോയ സമയത്ത് അദ്ദേഹം ഈ തരത്തിൽ ചില സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തിയിരുന്നു. മോഡി വിരുദ്ധ നിലപാട് സ്വീകരിച്ചിരുന്നു, പരസ്യമായ പ്രസ്താവനകൾ നടത്തിയിരുന്നു. ഇതെല്ലാം ഒരു അറ്റൻഷൻ്റെ ഭാഗമാണ്. ഇപ്പം നമ്മുടെ രാജ്യത്ത് ട്രംപ് വരുമ്പോൾ ചില പൊളിറ്റിക്കൽ ലീഡേഴ്സ് ചില സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തില്ലേ, അതായത് ഞങ്ങൾ ട്രംപിനോടത്തോളം ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയുള്ള നേതൃത്വമാണ് എന്ന് പറയുക എന്നുള്ളതാണ്. അപ്പോൾ അമേരിക്കയിൽ മോഡിയും ട്രംപും ചേർന്നൊരു പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ ഞാൻ രണ്ടുപേരെയും എതിർക്കുക അല്ലെങ്കിൽ രണ്ടുപേരുടെയും ശത്രുവായി ഞാൻ നിൽക്കുക എന്ന് പറയുമ്പോൾ അട്രാക്ഷൻ ഏത് ഭാഗത്തേക്ക് മാറുന്നു? പൊളിറ്റിക്കൽ അട്രാക്ഷൻ ആ ഭാഗത്തേക്ക് മാറും. അതാണ് ഒരു പൊളിറ്റിക്കൽ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് മാത്രമേ അതിനെ കാണേണ്ടതുള്ളൂ. ഒരു വസ്തുത യാഥാർത്ഥ്യമാണ്, അമേരിക്കൻ അവിടുത്തെ ലോക്കൽ ബോഡി ഇലക്ഷനിലും മോഡി വിഷയം പറഞ്ഞാൽ, മോഡിയുടെ ഐഡിയോളജി പറഞ്ഞാൽ അത് ചർച്ച ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയം, ഇന്ത്യയുടെ പൊളിറ്റിക്കൽ അറ്റ്മോസ്ഫിയർ മറ്റൊരു രാജ്യത്തെ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ പലപ്പോഴും
അമേരിക്കൻ സാമ്പത്തിക നയത്തെ സംബന്ധിച്ച്, അമേരിക്ക ഇന്ത്യയോട് കാണിക്കുന്ന നിലപാടിനെ സംബന്ധിച്ച്, റഷ്യൻ നിലപാടിനെ സംബന്ധിച്ച്, ചൈനീസ് നിലപാടിനെ സംബന്ധിച്ചൊക്കെ ചർച്ചകൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ നമ്മുടെ വോട്ടിംഗ് പാറ്റേണിനെ ഇതൊന്നും ബാധിക്കാറില്ല. ഇതൊക്കെ ഇന്ത്യയിലെ പൊളിറ്റിക്സിൻ്റെ ഭാഗമായി നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നമുക്ക് ഒരു ആഗോള രാഷ്ട്രീയം പറയാം എന്ന് മാത്രമേ പൊതുവിലുള്ളൂ. പക്ഷേ അതെല്ലാം നമ്മുടെ രാഷ്ട്രീയ ചർച്ചയുടെ ഭാഗമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് സദ്ദാം ഹുസൈൻ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിലെ, പ്രത്യേകിച്ച് കേരളത്തിലെ പല രാഷ്ട്രീയ പാർട്ടികളുടെയും ഒരു ചർച്ചാ വിഷയമായിരുന്നു. സദ്ദാം ഹുസൈന് വേണ്ടി സംസാരിക്കുക, സദ്ദാം ഹുസൈൻ അനുകൂലമായി സംസാരിക്കുക, മറിച്ച് സദ്ദാം ഹുസൈൻ എതിർത്തുകൊണ്ട് സംസാരിക്കുക, ഇതെല്ലാം ഒരു രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി രൂപീകരിക്കപ്പെട്ടതാണ്. ഏതാണ്ട് ലോകത്തിൻ്റെ രാഷ്ട്രീയ ക്രമത്തിൽ ഇന്ന് ഇന്ത്യയുടെ പൊളിറ്റിക്സിന്, ഇന്ത്യൻ രാഷ്ട്രീയത്തിന് എത്രത്തോളം പ്രസക്തിയുണ്ട് എന്നുള്ളത് വിളിച്ചോതുന്നതാണ് ഈ തരത്തിലുള്ള പ്രസ്താവനകൾ. അത് അമേരിക്കയിലെ ന്യൂയോർക്കിലെ ഒരു കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ, മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ അത് ചർച്ച ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പൊളിറ്റിക്സ് അവിടെ ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ശ്രീ മന്ദാനി സൂചിപ്പിച്ചൊരു പ്രധാനപ്പെട്ട വിഷയം, ഞാൻ ഇന്ത്യൻ പൊളിറ്റിക്സിലെ മോഡി BJP പൊളിറ്റിക്സിനെതിരാണ്. അതിന് അദ്ദേഹം സൂചിപ്പിച്ചത് ഞാൻ ഒരു ഹിന്ദു പൊളിറ്റിക്സിനെതിരാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഏത് രാഷ്ട്രീയമാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് കൃത്യമായ വരച്ചിടലാണല്ലോ, ഞാൻ ഏത് രാഷ്ട്രീയത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഒരു ഭാഗത്തുനിന്ന് അങ്ങനെ വോട്ട് കിട്ടണം എന്നുള്ളതായിരിക്കാം ഒരു പക്ഷേ അദ്ദേഹം കണ്ടിട്ടുണ്ടാവുക. മറുഭാഗത്ത് അത് പറയുന്നതോടുകൂടി അദ്ദേഹത്തിന് ഇന്ത്യയിൽ കിട്ടുന്നൊരു അക്സെപ്റ്റൻസ് ഉണ്ട്. ഇപ്പം ഇന്ത്യയിലെ ഒരു ലെഫ്റ്റ് വിങ് ഓഫ് തോട്ട്സിൽ നിന്ന് വരുന്ന അദ്ദേഹത്തിന് അനുകൂലമായി ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സപ്പോർട്ടുണ്ട്. ശ്രീ മന്ദാനിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ പലപ്പോഴും ഒരു പ്രോ ലെഫ്റ്റാണ് എന്നുള്ള ചർച്ചകളാണ് പലപ്പോഴും വന്നിട്ടുള്ളത്. മറുഭാഗത്തൊപ്പം തന്നെ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന വിഭാഗങ്ങൾ, അതും ഇന്ന് ആ ഭൂമികയിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് വ്യാപകമായി ചില സംഘടനകളുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു വിഭാഗം ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ വിഭാഗം ആളുകൾ എന്ന് പറയുന്നത് അമേരിക്കയിലെ പൊതു രാഷ്ട്രീയത്തിനെതിരെ നിൽക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ അമേരിക്കയിൽ ആ രാഷ്ട്രീയത്തിൻ്റെ സ്വാധീനം ഉണ്ടാകണമെന്ന് വിചാരിക്കുന്ന തീവ്ര സ്വഭാവമുള്ള സംഘടനകളുടെ പിന്നിൽ നിൽക്കുന്ന ആളുകളാണ് എന്നുള്ള ചർച്ചയും വന്നിട്ടുണ്ട്. അപ്പോൾ ഏതൊരു രാജ്യത്തിൻ്റെയും ഭരണ സംവിധാനത്തിലേക്ക്, അല്ലെങ്കിൽ ഏതൊരു രാജ്യത്തിൻ്റെയും ഭരണ നിലപാടുകളിലേക്ക് സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ആളുകളെ വളർത്തി അവിടേക്ക് പ്ലാന്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ആ സംഘടനകൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിരിക്കാം ഒരു പക്ഷേ ഇദ്ദേഹവും. അത് കാലം തെളിയിക്കപ്പെടേണ്ടതാണ്, ഏത് തരത്തിലുള്ള രാഷ്ട്രീയമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളത്. അങ്ങനെയുള്ളൊരു രാഷ്ട്രീയത്തെ രൂപപ്പെടുത്താൻ ഏറ്റവും നല്ല ചർച്ച എന്ന് പറയുന്നത് മോഡി വിരുദ്ധതയാണ്, ഇന്ത്യ വിരുദ്ധതയാണ്, ഇന്ത്യൻ ജനാധിപത്യത്തിനെതിരായിട്ടുള്ള നിലപാടുകളാണ്. ഒരേ സമയത്ത് തന്നെ ഞാൻ ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനത്തെ അംഗീകരിക്കുകയും മോഡിയെയും BJPയും എതിർക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ ആ അമേരിക്കൻ ജനസമൂഹത്തിനും അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹത്തിൻ്റെ മുൻപിൽ അദ്ദേഹം കൊടുക്കുന്ന കാഴ്ചപ്പാട് ആ തരത്തിലാണ്. അത് ഒരു ലോങ് ടേം പൊളിറ്റിക്സിന് വേണ്ടി കാണിക്കുന്നൊരു നിലപാടാണ്. ആ നിലപാട് നമുക്ക് നല്ലതല്ലേ? നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രീയം അല്ല, ഇത്തരത്തിലുള്ള നിലപാടുകൾ എന്നും മോദിക്ക് ഒരു വലിയ രീതിയിൽ നല്ലതായിട്ട് മാറിയിട്ടുണ്ട്. ന്യൂയോർക്കിൽ 2023 അതിന് മുൻപാണെങ്കിലും ഒക്കെ ശ്രീ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നുള്ള നിലയ്ക്ക് ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് ആ സമൂഹത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള സ്വീകരണം എന്താണ്, കാഴ്ചപ്പാട് എന്താണ്, അവരുടെ എത്ര പേരാണ് അവിടെ വന്നിട്ടുള്ളത്? ന്യൂയോർക്കിൽ ഒരു പക്ഷേ ഇത്രയും വലിയ ഒരു സമ്മേളനമോ ഇത്രയും വലിയ ഒരു ജനസഞ്ചയത്തെ ഒരുമിച്ച് സംവിധാനത്തിൻ്റെ ഭാഗമായി, ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഭാഗമായും അമേരിക്കയ്ക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയുന്നതൊക്കെ ശ്രീ നരേന്ദ്രമോദി പോയ സമയത്താണ്. നമ്മളൊരു വട്ടമേശ സമ്മേളനത്തിൻ്റെ ഭാഗമായിരിക്കുന്ന, അല്ലെങ്കിൽ ഒരു വട്ടമേശയ്ക്ക് ചുറ്റും ഇരുന്ന് ചർച്ച ചെയ്യുന്നൊരു സാഹചര്യത്തിലല്ല അവിടുത്തെ ജനങ്ങൾ ശ്രീ നരേന്ദ്രമോദിയെ സ്വീകരിച്ചത്, ഇന്ത്യൻ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചത്. അപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അമേരിക്കൻ രാഷ്ട്രീയത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന, അതല്ലെങ്കിൽ അവിടെ ചർച്ച ചെയ്യപ്പെടാൻ കഴിയുന്ന ഒരു വലിയ സാമൂഹിക പ്രതലമുണ്ട് എന്ന് ശ്രീ മന്ദാനി തിരിച്ചറിയുകയാണ്. മന്ദാനിയിലൂടെ അമേരിക്ക തിരിച്ചറിയുകയാണ്, അവിടെ ചർച്ച ചെയ്യപ്പെടുകയാണ്. അത് നാളെ ട്രംപിൻ്റെ മുന്നിലേക്ക് എത്തുകയാണ്. ട്രംപിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി അത് ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടി പോവുകയാണ് ഇന്ത്യൻ രാഷ്ട്രീയം. ഒരുപക്ഷെ അമേരിക്കൻ മുതലാളിത്ത സംവിധാനം ഇന്ത്യയുടെ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പുകളിൽ എങ്ങനെയാണോ ചർച്ച ചെയ്യപ്പെട്ടിരുന്നത് അതിന് തുല്യമായ രീതിയിൽ ഇന്ത്യൻ രാഷ്ട്രീയം ഒരുപക്ഷെ അമേരിക്കയുടെ ഇൻറ്റേർണൽ പൊളിറ്റിക്സിൽ അതിൻ്റെ രീതിയും അതിൻ്റെ സ്വഭാവവും അതിൻ്റെ നയവും എല്ലാം ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ
ഒരർത്ഥത്തിലല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ അമേരിക്കയിലെ നിലവിലെ ഭരണകൂടത്തെ സംബന്ധിച്ച് ഇന്ത്യ ഗവൺമെൻറ്റിന് അമേരിക്കയിലടക്കം, ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അമേരിക്കയിലടക്കം കിട്ടുന്ന അക്സെപ്റ്റൻസ് എന്താണ്, അതിൻ്റെ വോളിയം എത്രയാണ്, അതിൻ്റെ ക്രെഡിബിലിറ്റി എന്താണ്, ഇത് അമേരിക്കൻ ഗവൺമെൻറ്റും അമേരിക്കൻ ഭരണകൂടവും തിരിച്ചറിയാൻ. അപ്പോൾ ഇതെല്ലാം ഒരു സംവിധാനത്തിൻ്റെ ഭാഗമല്ലേ. അപ്പോൾ ആ നിലപാടുകൾ ചർച്ച ചെയ്യപ്പെടുന്നത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് ഗുണകരമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ സാമൂഹിക ഭരണ സംവിധാനത്തെ സംബന്ധിച്ച് വലിയ അക്സെപ്റ്റൻസിൻ്റെ ഒരു ഭാഗമാണ്. അത് തെറ്റൊന്നും കാണേണ്ടതില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.